വിഷുവൊക്കെ ആയിട്ട് എന്താ പരിപാടി? നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? നല്ല തിരുവനന്തപുരം കൊല്ലം സൈഡിൽ കല്യാണത്തിനൊക്കെ കിട്ടുന്ന നല്ല രുചിയുള്ള അടപ്രഥമൻ. എന്നാൽ പോരെ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ അട നന്നായിട്ട് വേവിച്ച് അത് ഊറ്റി മാറ്റി വെക്കുക. അതേപോലെ നമ്മുടെ ചവ്വരി നന്നായിട്ട് വേവിച്ച് മാറ്റി വെക്കുക. ഇനി കുറച്ച് ശർക്കര പാനിയാക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങാക്കൊത്ത്, കപ്പലണ്ടി ഇത്രയും നെയ്യിൽ വറുത്തിട്ട് ഒന്ന് വെച്ചേക്കുക. ഇനി ഒരു 3 ഏലക്ക, ചെറിയൊരു ചുക്ക്, കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ച് വെക്കുക. ഇനി നമ്മൾ പായസം ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച അടയിടുക. അത് നന്നായി വഴറ്റി യോജിപ്പിക്കുക. ഈ യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ച് പിന്നെ വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇതെല്ലാം ഒരുമിച്ച് കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം. നല്ല തിള വരുമ്പോൾ ഒരു നല്ല മണം വരും. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1ാം പാലിൽ കിടന്ന് നമ്മുടെ അട നന്നായി വെന്ത് ഇതുപോലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ 1ാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുത്ത് നമ്മുടെ ചുക്ക് ഏലക്കപ്പൊടി ഇല്ലേ അതിട്ട് കൊടുക്കാം. ഈ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം നല്ലൊരു മണമായിരിക്കും കേട്ടോ പായസത്തിന്. കാര്യം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞല്ലോ. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ നെയ്യിൽ വേവിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് യോജിപ്പിച്ച് ഒന്ന് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ പായസം തയ്യാർ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? കാണാൻ മാത്രമല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ ശരി, എല്ലാവർക്കും ഹാപ്പി വിഷു.